അതിലേക്കൊക്കെ വരാം നമുക്ക്. സന്ദീപ് വാര്യർക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വം. ക്ഷണിക്കാത്ത പരിപാടികൾക്ക് സന്ദീപ് വാര്യർ എത്തേണ്ട കാര്യമില്ലെന്ന് നേതാക്കൾ പറയുന്നു. അനാവശ്യമായി സീറ്റ് ആവശ്യം ഉന്നയിക്കുന്ന സന്ദീപ് വാര്യരെ നിയന്ത്രിക്കണമെന്ന് KPCCയോട് ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഈ വാര്യർ ഒരു വലിയ ബാധ്യതയാവുകയാണോ കോൺഗ്രസ് പാർട്ടിക്ക്? ഇതിനിടെ സാനു തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ടായിരുന്നു. സ്വയം പ്രഖ്യാപിത സീറ്റ് അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിത്വം അവിടെ ഉണ്ടാക്കിയ കോലാഹലം. കോൺഗ്രസിൽ നിലവിൽ നന്നായി വിറക് വെട്ടുകയും വെള്ളം കോരുകയും പണിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന യുവനിരയ്ക്ക് പോലും കൊടുക്കാൻ സീറ്റുകളില്ലാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനൊരാളെ കൊണ്ടുവന്നത്. അദ്ദേഹമാണെങ്കിൽ ദിനം പ്രതി പാർട്ടി നേതൃത്വത്തിനും ഇപ്പോൾ പ്രാദേശിക തലത്തിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊക്കെ ബാധ്യതയാകുന്ന കാഴ്ചയാണോ കാണുന്നത്? സാനു. പ്രതിപിള്ള, ഗുഡ് മോർണിംഗ്. എന്തായാലും തള്ളാനും വയ്യ കൊള്ളാനും വയ്യാത്ത നിലയിലേക്ക് സന്ദീപ് വാര്യരെ കൊണ്ട് കോൺഗ്രസ് നേതൃത്വം പോകുന്നു എന്ന് തന്നെ വേണം നമ്മൾക്ക് ഈ വിഷയങ്ങൾ കൊണ്ട് അനുമാനിക്കാനായിട്ട്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തൃശ്ശൂരിലെ DCCയിൽ സന്ദീപ് വാര്യർ വിഷയം പുകയുകയാണ്. അതായത് ആ പുകഞ്ഞുകൊണ്ടിരുന്നത് പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതായത് ഏതാനും ദിവസം മുമ്പ് DCCയിലെ യോഗം നടന്നിരുന്നു. ആ യോഗം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുമതല വീതിച്ച് നൽകിയിട്ടുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗമാണെന്ന് DCCയിൽ നടന്നത്. ഈ DCC യോഗത്തിലാണ് KPCCയുടെ ചുമതലയിൽപ്പെട്ട ആളുകൾ, സംസ്ഥാന സെക്രട്ടറിമാരടക്കം പങ്കെടുത്ത യോഗത്തിൽ സന്ദീപ് വാര്യർക്കെതിരെ കടുത്ത വിമർശനമാണ്. സന്ദീപ് വാര്യർ ഒരു ശല്യമായി മാറുന്നു എന്ന് പോലും, ഒരു പടി കൂടി കടന്നു പോലും ഈ കോൺഗ്രസ് നേതാക്കൾ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ തൃശ്ശൂരിലെ കോൺഗ്രസിലെ നേതൃത്വത്തിനുള്ളിൽ കാര്യങ്ങൾ മാറുന്നു. അതായത് അവർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ആരോപണം, ക്ഷണിക്കാത്ത പരിപാടികളിലേക്ക് സന്ദീപ് വാര്യർ വലിഞ്ഞു കയറി വരുന്നു എന്നാണ് കോൺഗ്രസിന്റെ ജില്ലയിലെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ക്ഷണിക്കുന്നില്ല പരിപാടിയിലേക്ക്, ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ട് പരിപാടിയിലേക്ക് വരുന്നു. ഒപ്പം തന്നെ തൃശ്ശൂരിലെത്തിയതിനു ശേഷം അനാവശ്യമായിട്ട് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി ചമഞ്ഞുകൊണ്ട് പല വെല്ലുവിളികളും നടത്തുന്നു. ഈ വെല്ലുവിളികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാനും ദിവസം മുമ്പ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ തൃശ്ശൂരിൽ മത്സരിക്കുന്നതിന് വേണ്ടി സന്ദീപ് വാര്യർ വെല്ലുവിളിച്ചിരുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സുരേന്ദ്രൻ പറഞ്ഞ മറ്റൊരു മറുപടി, താൻ മത്സരിക്കണമെന്നില്ല, തന്റെ പാർട്ടിയിലെ ഏത് നേതൃത്വം പറയുന്ന ആരും തൃശ്ശൂരിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ സന്ദീപ് വാര്യർ വന്ന് നേരിടൂ എന്നുള്ള രീതിയിൽ K സുരേന്ദ്രൻ തിരിച്ചടിച്ചതോടുകൂടിയാണ് ഈ ഒരു വിവാദം മറ്റൊരു തലത്തിലേക്ക് മാറി. എന്തായാലും സന്ദീപ് വാര്യരെ കൊണ്ട് കോൺഗ്രസ് നേതൃത്വം പൊറുതിമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഒപ്പം തന്നെ പല പരിപാടികളും വരുന്നു അനാവശ്യമായിട്ട്. അതായത് നേതൃത്വത്തിന്റെ അറിവോടെ അല്ലാതെ പല പ്രഖ്യാപനങ്ങളും പല നിലപാടുകളും സന്ദീപ് പറയുന്ന നിലയിലേക്ക് മാറുന്നു. ഒപ്പം തന്നെ നേതാക്കളെ ഏറ്റവും അധികം ചൊടിപ്പിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ സീറ്റ് തന്നെ സന്ദീപ് വാര്യർ ലക്ഷ്യം വയ്ക്കുന്നു എന്നൊരു കിംവദന്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ ഉയർന്നു വന്നതോടുകൂടിയാണ് ഈ സന്ദീപ് വാര്യരുടെ സീറ്റ് മോഹത്തെ മുളയിലെ നുള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് കോൺഗ്രസ് നേതൃത്വം മാറിയിട്ടുള്ളത്. എന്തായാലും KPCC നേതൃത്വത്തിന് സന്ദീപ് വാര്യരെ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യത്തെ പരാതി തൃശ്ശൂരിൽ നിന്ന് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ DCCയിൽ നടന്ന യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി പോയിട്ടുള്ളത്. എന്തായാലും സന്ദീപ് വാര്യരെ കൊണ്ട് കോൺഗ്രസ് നേതൃത്വം തൃശ്ശൂരിലെ നേതൃത്വം തന്നെ പൊറുതിമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പ്രദീപുള്ള. ശരി സാനു, നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് പ്രാദേശിക തലത്തിൽ